ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഇന്നൊരു ഉലുവയില ഉപയോഗിച്ച് ഹെൽത്തി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ഡിഷും കൂടിയാണ്. 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും തടിയുള്ളവർക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ഉലുവയില. ഉലുവ ഇലകളിൽ കലോറി കുറവും ഫൈബർ കണ്ടന്റ് കൂടുതലുമാണുള്ളത്. അതിനാൽ ഭക്ഷണക്രമം നിയന്ത്രിക്കുന്നവർക്കും കലോറി ഉപഭോഗം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഉലുവയില ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഞാനിവിടെ 300 ഗ്രാം ഉലുവയിലയാണ് എടുത്തിരിക്കുന്നത്. ഈ ഉലുവയിലയിലെ തണ്ട് നമുക്ക് ആവശ്യമില്ല, ഇലകളാണ് നമുക്ക് ആവശ്യം. ഇലകൾ ഇതുപോലെ വേർതിരിച്ചെടുക്കണം. ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞതാണ് ഉലുവയില. കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും രക്തത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും വിളർച്ചയ്ക്ക് പരിഹാരമായൊക്കെ ഉലുവയില കഴിക്കാവുന്നതാണ്. അടുത്തത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ നല്ലതാണ് ഉലുവയില. ഉലുവയിലയിലെ ഗാലക്ടോമൻ എന്ന ഘടകമാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്. കൂടാതെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സോഡിയത്തിൻ്റെ പ്രവർത്തനത്തെ പ്രതിരോധിക്കുന്ന ഉയർന്ന അളവിലുള്ള പൊട്ടാസ്യവും ഇതിലടങ്ങിയിട്ടുണ്ട്. കൂടാതെ പ്രമേഹ വിരുദ്ധ ഗുണങ്ങൾ ധാരാളമുള്ള നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് ഉലുവയില. രക്തത്തിലെ പഞ്ചസാരയുടെ ആഗിരണത്തിൻ്റെ തോത് കുറയ്ക്കുന്ന പ്രകൃതിദത്തമായ ലയിക്കുന്ന നാരുകളാൽ സമ്പുഷ്ടമാണ് ഉലുവയില. ഈ നാരുകളാണ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നത്. മാത്രമല്ല ഇൻസുലിൻ ഉൽപ്പാദനത്തിന് കാരണമാകുന്ന അമിനോ ആസിഡുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. അതിനാൽ പ്രമേഹമുള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്നതിന് കഴിക്കാവുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് ഉലുവയില. അടുത്തത് എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണ് ഉലുവയില. വൈറ്റമിൻ കെയുടെ മികച്ച സ്രോതസ്സുകളാണ് ഉലുവയിലകൾ. എല്ലുകളുടെ ഓസ്റ്റിയോട്രോഫിക് പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അസ്ഥിപിണ്ഡം ശക്തിപ്പെടുത്തുന്നതിൽ വൈറ്റമിൻ കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ എല്ലുകളുടെ മികച്ച ബലത്തിനായി ഉലുവയില ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞതാണ് ഉലുവയില. ഉലുവയിലയിൽ ഫിനോളിക്, ഫ്ലേവനോയിഡ് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഫ്രീ റാഡിക്കലുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഉലുവയില തയ്യാറാക്കുന്ന രീതിയാണ് ഇനി പറയുന്നത്. ഉലുവയില തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 നുള്ള് കായം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചി ഇട്ട് കൊടുക്കുക. അടുത്തതായി 2 ടീസ്പൂൺ ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക. ഇനി ഈ സവാള നന്നായി വഴറ്റിയെടുക്കണം. സവാള നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ സവാള നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. മസാലപ്പൊടികൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മസാലപ്പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പിങ്ക് സോൾട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി നല്ലതുപോലെ വഴന്ന് വരണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം
കവർ ചെയ്ത് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാനിത് 10 മിനിറ്റിന് ശേഷമാണ് തുറക്കുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച മേത്തി ഇട്ട് കൊടുക്കണം. ഉലുവയിലയുടെ മറ്റൊരു പേരാണ് മേത്തി. ഉലുവയില നല്ലതുപോലെ 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഉലുവയിലയിൽ മണ്ണ് കാണും, അതുകൊണ്ട് കഴുകുമ്പോൾ ശ്രദ്ധിച്ച് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരരിപ്പ പോലുള്ള പാത്രത്തിലേക്ക് ഇലകളിട്ട് വെള്ളം വാരാൻ വയ്ക്കുക. ഈ ഇലകൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയില ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് 1-2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇലകൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇലക്കറി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇലക്കറികളിൽ വെള്ളമുള്ളത് കൊണ്ട് എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, മേത്തിയിൽ വെള്ളമൊന്നും ഒഴിച്ചിരുന്നില്ല, പക്ഷേ കുറച്ച് വെള്ളം പോലെ വരുന്നുണ്ട്. ഇത് ഈ മേത്തിയിലെ വെള്ളമാണ്. ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മേത്തി നന്നായി ഡ്രൈ ആയി വരണം. ഇപ്പോൾ മേത്തിയിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയിലെ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉലുവയിലേക്ക് അല്പം കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഈ കയ്പ്പ് ടേസ്റ്റ് മാറണമെന്നുണ്ടെങ്കിൽ സവാള കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ 2 സവാള ചേർത്തത്. ഇപ്പോൾ ഈ കറിക്ക് സവാളയുടെ ഒരു ചെറിയ മധുരം കൂടിയുണ്ട്. ഇതിലിനി പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. അതുകൊണ്ട് ഞാൻ അടച്ചു വയ്ക്കുകയാണ്. ചോറോട് കൂടെ സെർവ് ചെയ്യാം. ഈ ഒരു ഡിഷ് ചപ്പാത്തിക്കും ചോറിനുമൊക്കെ വളരെ നല്ലതാണ്. പിന്നൊരു കാര്യം, പ്രമേഹമുള്ളവരിൽ, കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർ ഈ മേത്തി കഴിക്കരുത്. കാരണം മേത്തിയിൽ പൊട്ടാസ്യം കൂടുതലാണുള്ളത്. അല്ലാതെ സാധാരണ ഡയബറ്റിക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. പ്രമേഹം മാത്രമുള്ളവർക്ക് ഇത് കഴിക്കാം. അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കും തടിയുള്ളവർക്കുമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.